കൊച്ചിൻ്റെ അമ്മ അറിയാതെ ഒന്നും വരൂല്ല. കൊച്ചിൻ്റെ അമ്മയ്ക്ക് എല്ലാം അറിയാം. അപ്പൊ കൊച്ചിൻ്റെ അമ്മ സത്യം പറയണം. അവളെ ചോദ്യം ചെയ്താൽ എല്ലാം വരും. അവളെയും അവളെ ചേച്ചിയും ചോദ്യം ചെയ്യണം. അമ്മ പീഡിപ്പിക്കാൻ വച്ചു കൊടുക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. ഈ കുഞ്ഞ് ഇപ്പോഴും 3 മാസം ആകുമ്പോൾ അബോർഷൻ ആയില്ലെങ്കിൽ 1 വയസ്സാകുമ്പോൾ മരിക്കുമെന്ന് പറഞ്ഞു. കുഞ്ഞ് പിന്നെ അവർക്ക് ഒരു ബുദ്ധിമുട്ടാണെന്ന് അപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. എന്നായാലും സത്യത്തെ പുറത്ത് കൊണ്ടുവരും. ഞാൻ മോൻ ചെയ്യൂല. ദിവസങ്ങൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ഷിജിൻ കുറ്റമേറ്റു. ഞാനാണ് ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞത്, അതും കൈമുട്ടുകൊണ്ട് വയറിന് ഇടിച്ചു കൊന്നു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ് നെയ്യാറ്റിൻകരയിൽ നടന്നത്. ജന്മം കൊടുത്ത പിതാവ് തന്നെ സ്വന്തം കുഞ്ഞിനെ കൊന്നുകളയുകയോ, അതും 1 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ്. ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സംഭവം. ആ കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള പിതാവിൻ്റെ വൈരാഗ്യം എന്തായിരിക്കും? ഷിജിൻ്റെ മാതാപിതാക്കളുടെ വാക്കുകളിൽ നിന്നും നമുക്കത് വായിച്ചെടുക്കാം. ഷിജിനോടൊപ്പം ജീവിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഭാര്യ കൃഷ്ണപ്രിയ ഗർഭിണിയായി എന്ന് പറഞ്ഞാൽ അത് തൻ്റെ കുഞ്ഞല്ല, മറ്റാരുടെയോ കുഞ്ഞു. ആ വൈരാഗ്യത്താൽ ഷിജിൻ ആ കടുങ്കൈ ചെയ്തു. അവര് ഞങ്ങളാരുമല്ല അവര്. കൊച്ചിൻ്റെ ഇപ്പം ഇവിടെ ആയപ്പോൾ പിന്നെ തീരെ താങ്ങാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ 2 മക്കളെയും വളർത്തിക്കൊണ്ടത്. ഒരു കേസിനോ വഴക്കിനോ ഒന്നിനും കൂടെ പോയേയില്ല, ഇവിടെ വിട്ടിറങ്ങൂല. അങ്ങനെയാണ് വളർത്തി. കൊച്ചിനെ കൈനെ വലിച്ചൊടിച്ചെന്നാണ് പറയുന്നത്. ഒരു കൊച്ചിനെ വലിച്ചൊടിക്കാൻ ഒരു തന്തയ്ക്ക് തോന്നും. ഒരു മദ്യപാനിയോ മയക്കുമരുന്ന് അടിമയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. അവൻ ജോലി കഴിഞ്ഞു വന്ന് അല്പസമയമില്ല കൊച്ചിനെ അങ്ങനെ എടുക്കുകയില്ല. ഭയങ്കര കരച്ചിൽ. വേദനിച്ച് കൊച്ചു മരിച്ചതല്ലേ, പാവം അല്ലേ? അമ്മയ്ക്ക് അറിയാമല്ലോ, അമ്മയാണ് 24 മണിക്കൂർ നോക്കണം അമ്മ. ഞാൻ പറയണേ, ഞാൻ എടുത്തിട്ട് ഞാനാണ് ആ കൊച്ചു കുളിപ്പിക്കുന്നത്, ഭക്ഷണം കൊടുക്കണമെങ്കിൽ എനിക്കറിയാം ആ കൊച്ചിന് എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. കയ്യിലെന്താണ് കാലിലെന്ന് നമുക്ക് നോക്കാൻ പറ്റും. അമ്മയ്ക്ക് അറിയാൻ പറ്റും. അമ്മയുടെ ശ്രദ്ധയപ്പെടൂല്ലേ അത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ മകൻ ഇനി എത്ര നിരവധിയായിക്കോട്ടെ, ഈ കുറ്റം സമീപിക്കേണ്ട കാര്യം എന്തായിരുന്നു? പിന്നെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞ് അവരെല്ലാം കൂടി എൻ്റെ തലയിൽ വയ്ക്കുകയാണെന്ന് വന്ന് ഇവിടെ ഇരുന്ന് കരഞ്ഞു പറഞ്ഞു. കുരുക്കി വയ്ക്കുന്നു. എന്നാലും ആയിക്കോട്ടെ, ഇവരോട് പറഞ്ഞ് നമ്മൾ 4 പേരെ. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാത്ത ചില രഹസ്യങ്ങളുണ്ടെന്നെങ്കിലോ, അച്ഛനും മകനുണ്ടെങ്കിലോ നിങ്ങൾക്ക് അറിയാത്തായിരിക്കും. എനിക്കതിൽ ഉറപ്പില്ല, അവ അങ്ങനെ ചെയ്യില്ലോ, ഉറപ്പ്. അല്ലെങ്കിൽ ചുമ്മാ ഒരാളെ പ്രതിയാക്കിയിട്ട് പോലീസിന് എന്താ നേട്ടമുള്ളത്? നമ്മൾ പോലീസുകാരെ ഉറപ്പിച്ച് പറയുന്നില്ല, അങ്ങനെയല്ല. പക്ഷെ എന്തായാലും കുറ്റം ചെയ്യില്ല. യഥാർത്ഥത്തിൽ നിങ്ങളുടെ മകൻ കൊച്ചിനെ കൊന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ചെയ്യില്ല. അതെന്താ? അത്ര സ്നേഹമുണ്ട് അവന് കൊച്ചുങ്ങളോടൊക്കെ നല്ല സ്നേഹമുള്ളവനാണ്. പിന്നെ ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തേക്കുന്ന കുറ്റം ഏറ്റു, അച്ഛൻ മകനെ കൊന്നു എന്ന രീതിയിലല്ലേ ഞങ്ങൾ വിശ്വസിക്കില്ല. ഈ കുഞ്ഞ് ജനിച്ചു വളർന്നൊക്കെ ഇവിടെ തന്നെയല്ലേ? ഇല്ല, പിന്നെ അവരുടെ വീട്ടിലാണ് കുഞ്ഞ്. അവിടെ വെച്ചാണ് സംഭവിക്കുന്നത് അല്ലേ? അവളെ വീട്ടിലാണ് ജനിച്ചു വളർന്നത്. ഇപ്പം വന്നിട്ട് ഡിസംബർ 1-ാം തീയതിയാണ് ഇവിടെ കൊണ്ടുവന്നത് പോലീസ് മുഖാന്തരം. അല്ലെ, കുഞ്ഞ് മരിക്കുന്നത് ഇവിടെ വെച്ചാണ്. അപ്പൊ എന്ത് നിങ്ങളുടെ സംശയങ്ങൾ എന്താണ്? ഇപ്പൊ മോൻ കുറ്റക്കാരനല്ല എന്നാ നിങ്ങൾ പറയുന്നത്? മരുമകളറിയാതെ ഇതൊന്നും അവൾക്ക് പൂർണ്ണ ഉറപ്പ് അവളറിയും. അറിഞ്ഞൂടാ എന്ന് പറയുന്നത് വെറുതെയാണ്, ഇവനെ തലയെ കെട്ടി വെക്കാൻ വേണ്ടിയാണ്. അവളെ ചോദ്യം ചെയ്താൽ എല്ലാം വരും. അവളെയും അവളെ ചേച്ചിയും ചോദ്യം ചെയ്യണം. അല്ല, എന്തായാലും കുഞ്ഞ് മരിച്ചത് കൊലപാതകമാണെന്ന് വ്യക്തം അല്ലേ? അത് വിശ്വസിക്കുന്നുണ്ടോ? അച്ഛനും വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ സ്വാഭാവികമായിട്ടല്ല മരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇടിച്ചു കൊന്നു എന്നാണ് അവർ പറഞ്ഞത്. അമ്മയാണ് ആ കൊച്ചിന് 24 മണിക്കൂറും കൊണ്ട് നടക്കുന്നത്. അവള് നമ്മുടെ കയ്യിൽ തരില്ല. അവൾ ബാത്റൂമിൽ പോയാലും തുണി ഇവിടെയൊക്കെയാണ് തുണി കഴുകാൻ പറഞ്ഞെടുത്തും അവള് ടോയ്ലറ്റിൽ പോയാലും എല്ലാം കൊച്ചിന് അവളാണ് കൊണ്ട് നടക്കുന്നത് 24 മണിക്കൂർ. അപ്പം ഇങ്ങനെ ഒന്ന് സംഭവിച്ചിട്ട് കൊച്ചിൻ്റെ അമ്മ അറിയാതെ ഒന്നും വരൂല്ല. കൊച്ചിൻ്റെ അമ്മയ്ക്ക് എല്ലാം അറിയാം. അപ്പം കൊച്ചിൻ്റെ അമ്മ സത്യം പറയണം. അവൻ പണിക്ക് പോകും, പണി കഴിഞ്ഞിട്ട് അവൻ ഇപ്പം രാത്രി ഓരോ ജോലികളല്ലേ, അതൊരു സമയങ്ങളിലാണ് അവൻ പറഞ്ഞത്. ചിലപ്പോൾ രാത്രിയാവും, ചിലപ്പോൾ രാത്രി 12 മണിയാവും, ചിലപ്പോൾ 9 മണിയാവും. ആണുങ്ങളാണ്. അപ്പം മക്കളെ നോക്കാനുള്ളത് വീട്ടിലിരിക്കുന്ന അമ്മമാർ തന്നെയല്ല. അപ്പം അവളെ കയ്യിൽ അവളാണ് എല്ലാം. അപ്പോഴും അങ്ങനെ ഉണ്ടെങ്കിൽ സ്വന്തം അമ്മ കുഞ്ഞിനെ കൊല്ലുമോ? സ്വന്തം അമ്മയുടെ കയ്യിലാണ് ആ കൊച്ച് എപ്പോഴും ഉള്ളത്, ഞങ്ങളെ കയ്യിലല്ല. അപ്പം ആ കൊച്ചിന് എന്തെങ്കിലും വന്നാൽ ഈ കയ്യിലിരിക്കണതും എന്തായാലും വന്നാൽ അമ്മ അറിയാതെ വരുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്.
ഇപ്പം പറയണ നിരന്തരം അവൻ പീഡിപ്പിച്ചെന്ന്. അങ്ങനെ ചെയ്യണോ ഒരു അമ്മ വെച്ച് കൊടുക്കുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു കൊച്ചിനെ പീഡിപ്പിക്കാൻ ഒരു നൊന്ത് പെറ്റ അമ്മ വെച്ച് കൊടുക്കുമോ? ഇറങ്ങി ഓടൂലേ? ഇവിടെ ആരോട് ചോദിച്ചാൽ എൻ്റെ കൊച്ചിനെ ഇങ്ങനെ പീഡിപ്പിക്കുകയാണ്, എനിക്ക് വീട്ടിൽ പോകണം, രക്ഷപ്പെടണമെന്ന് പറഞ്ഞാൽ 50 രൂപ ചോദിച്ചാൽ കൊടുക്കും. അപ്പം അമ്മയ്ക്ക് അറിയാനില്ല. 1.5 മാസമായി കല്യാണം കഴിഞ്ഞ് വന്നു, 1.5 മാസമായി പ്രഗ്നൻ്റായി ഇവൾ വന്നോടും പ്രഗ്നൻ്റ് ആയത്. അവൾക്ക് ഇത്തിരി ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെ നിന്ന് വിഷയങ്ങളായി. പിന്നെ അവിടെ പാസ്റ്റർ പറയുമായിരുന്നു, പാസ്റ്റർ പറഞ്ഞെന്ന് ഈ കുഞ്ഞ് ഇപ്പോഴും 3 മാസം ആകുമ്പോൾ അബോർഷൻ ആയില്ലെങ്കിൽ 1 വയസ്സാകുമ്പോൾ മരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു അവിടുത്തെ പാസ്റ്റർ പറഞ്ഞെന്ന് ഇവള് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും എന്നിട്ട് ഇവിടെ വന്ന് ആശുപത്രി ഇരുന്ന് അതേ വാക്കും അവള് പറഞ്ഞു. കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോവാൻ വിളിച്ചാ വെളിയിലിറങ്ങൂല. എന്നിട്ട് അവിടെ വെച്ചുള്ള സംഭവം എന്ന് പറയണത് 3 മാസം ആവണതിന് മുമ്പേ 2-3 പ്രാവശ്യം രാത്രി തന്നെ വീട്ടിൽ പോകണമെന്ന് പറയും. കൊണ്ടുപോയില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആള് വിളിച്ചു വരുത്തി ഇവിടെ ഞങ്ങളെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. പിന്നെ പൂവാറ് കേസായാണ് അങ്ങ് പോയത്. അവിടെ നിന്ന് കേസ് എടുത്തിട്ട് ഞങ്ങളുടെ ഒത്തുതീർപ്പിന് വരാൻ പറഞ്ഞപ്പോൾ അന്ന് വരാതെ മാറുനെല്ലൂരെ കൊണ്ട് കേസ് കൊടുത്തു. മാറുനെല്ലൂർ കേസ് കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടെ വെച്ച് ഒത്തുതീർപ്പാക്കാതെ അവിടെ പോയി. അപ്പോൾ അവർ ചോദിച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചോദിച്ച് അവളെ വിളിച്ച് അവിടെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അത് അമ്മയും സഹോദരങ്ങളും അടുത്ത് താമസിക്കണമെന്ന് പറഞ്ഞ് അവിടെ പിന്നെ അപ്പോൾ അവിടുത്തെ SI പറഞ്ഞ് നിങ്ങളിപ്പോൾ കൊണ്ടുപോകണ്ട, നേരെ അങ്ങ് പോയിട്ട് അവിടെ പോയി പ്രസവം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റേഷനിൽ എഴുതി വെച്ചാണ് അങ്ങ് കൊണ്ടുപോയിട്ടുള്ളത്. തുടക്കം മുതൽ നിങ്ങളുടെ മകനും പെണ്ണും തമ്മിൽ ചേർച്ച വന്ന് കല്യാണം കഴിഞ്ഞ് 1 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഇത്രയും അവര് നല്ല രീതിയിൽ പോയിട്ടുള്ളൂ. കുഞ്ഞായതിനു ശേഷം കുഞ്ഞ് പിന്നെ അവർക്ക് ഒരു ബുദ്ധിമുട്ടാണെന്ന് അപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് പാസ് പറഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ വീട്ടിൽ വന്നത് മുതൽ ഇവക്ക് ഈ ഒരു ഇതുണ്ട്. ഞാൻ എന്താണെന്ന് ചോദിച്ചിട്ട് അവർ പറയണില്ല. അത് ഞങ്ങൾ ചോദിച്ചതിന് അവരനാവശ്യമായിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് അവളെ കൊണ്ട് ചെന്ന് എൻ്റെ മോനെ കൊള്ളിച്ച് അവരെ വീട്ടിൽ നിൽക്കുക വിട്ട് എൻ്റെ മോനെ കൊള്ളിച്ച് കൗൺസിലിംഗ് കൊടുത്തു. ഇപ്പോഴും പറയണത് ഒരുത്തനകത്താക്കിയിട്ടുണ്ട്. അത് ഇന്നലെ മൂത്ത ചേച്ചി പറഞ്ഞു ഒരുത്തനകത്താക്കിയിട്ടുണ്ട്, അടുത്ത് എനിക്കുണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെയും പോയിട്ടുള്ളത്. മരുമോള ചേച്ചി 2 ചേച്ചിമാരെയും മരുമക്കളെയും ചോദ്യം ചെയ്ത കറക്റ്റ് ഇതിന്റെ സംഭവം അറിയാൻ. അവരെ കൂടി ഞങ്ങളെ ചോദ്യം ചെയ്ത പോലെ ഇവരെ ഈ സ്റ്റേഷനിൽ നിന്ന് എനിക്ക് ഒരു ഉറപ്പില്ല. മോളിലെന്നുള്ള ഏതെങ്കിലും കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന മകൻ ചെയ്യൂല ഒരു കാരണവശാലും അവൻ കൊച്ചുങ്ങളെന്ന് പറഞ്ഞ പ്രാണൻ. ഞങ്ങളെ അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളെ പേരിൽ ഒരു കേസോ ഒരു വഴക്കോ ഇത്രയും കാലമായിട്ട് ഈ വിഷയം അല്ലാതെ ഒരു കേസോ വഴക്കുണ്ടോ ഏത് സ്റ്റേഷനിൽ വേണമെങ്കിൽ അന്വേഷിക്കാം. അപ്പൻ്റെ പേരിലോ മക്കളെ പേരിലോ കുടുംബമായിട്ടോ എന്ത് കേസുണ്ടെങ്കിൽ ഏത് സ്റ്റേഷനിൽ വേണമെങ്കിൽ അറിയാം. ഇപ്പൊ എന്തായാലും മകൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. കസ്റ്റഡിയിലാണ്. ഇന്നലെ സ്റ്റേഷനിൽ പോയി അവളെ ചോദ്യം ചെയ്യുമ്പോൾ അവൾ ഈ കുഴച്ചിൽ ഈ വിഴക്കം തന്നെ അവരെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇവൻ പറയുന്നത് അവരെന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? അവൾ പറയുന്നത് മാത്രമാണ് അംഗീകരിക്കുന്നത്. അവൻ പറയുന്നത് ഞങ്ങൾ പറയുന്നത് അംഗീകരിക്കുന്നില്ല. അവൻ പറഞ്ഞു വീട്ടിൽ അവൻ പറയണത് അംഗീകരിക്കണില്ല. അവർ സ്വയം അവൻ്റെ തലയ്ക്ക് വെച്ചു കൊടുത്ത് അവർ കൊന്നങ്ങ് തിന്നോട്ട് അവരങ്ങനെ എന്റെ പിള്ളേരും എന്നായാലും സത്യത്തെ പുറത്ത് കൊണ്ടുവരും. ഞാൻ ഉറപ്പിച്ച് പറയണം എന്റെ മോൻ ചെയ്യൂല. എനിക്ക് ഉറപ്പവന് ചെയ്തത് മരുമോളാണെന്നാണ് ഇപ്പോഴും പറയുന്നത് അല്ലേ? മരുമോക്കറിയാം, അവളറിയാം. ഞാൻ ചോദിച്ചില്ലേ, ഇപ്പം പറയണ ന്യൂസിൽ പറയണ നിരന്തരം അവ കൊച്ചിനെ അവൻ പീഡിപ്പിച്ചു. ഒരു പെറ്റ അമ്മ പീഡിപ്പിക്കാൻ വച്ചു കൊടുക്കുമോ എന്നാണ് എന്റെ ചോദ്യം. ഞാൻ വെച്ചു കൊടുക്കും.